ആദ്യം തന്നെ നമ്മൾ വാരാഹി ദേവിയുടെ ചിത്രം ഉണ്ട്, അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള നിവേദ്യം വെച്ചു. വാരാഹി ദേവിക്ക് ഇഷ്ടമുള്ള നിവേദ്യമാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഞാനിപ്പോഴും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് അമ്മയ്ക്ക് വയ്ക്കാറ്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് വെച്ചു. ആദ്യം തന്നെ കുറച്ച് പച്ചരി എടുത്തിട്ട് മനസ്സ് തുറന്ന് എല്ലാവരും ഹൃദയം തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അക്ഷതം കൊണ്ടാണ് മഞ്ഞപ്പൊടിയും പച്ചരിയും കൂടെ മിക്സ് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്തിട്ട് രാവിലെ മനസ്സാ പ്രാർത്ഥിച്ചു. നടക്കേണ്ട കാര്യം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഈ പൂജ കൊണ്ട് വാരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒരു കാര്യം മാത്രം ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം പഞ്ചമി ദിവസമാണെങ്കിൽ, പഞ്ചമി ദിവസം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ പ്രാർത്ഥിക്കേണ്ടത്, അപ്പം പല പേര് പറഞ്ഞ് നമുക്ക് പൂജ ചെയ്യാം. ഇന്ന് നമ്മൾ പഞ്ചമി ദേവിയെ സമയേശ്വരി ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏത് പൂജ തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കും. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ഗണപതേ നമഃ. ഓം വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗണപതയേ വരവരദ സർവജനമേ വശമാനയ സ്വാഹ. ഗണപതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് കുടുംബ പരദേവതകളെ പ്രാർത്ഥിച്ചു. ഗുരുക്കന്മാരെ, തട്ടകത്തെ ദൈവങ്ങളെയും സമസ്ത ദേവതകളെയും ക്ഷണിച്ചു വരുത്തി ഇഷ്ടദൈവങ്ങളോടെല്ലാം അനുവാദം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ വാരാഹി അമ്മയെ പൂജിക്കാനായിട്ട് ഇരിക്കുന്നത്. അമ്മ ചതുർഭുജയായിട്ടാണ്, ഷഡ്ഭുജയായിട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. 6 ഭുജങ്ങളുള്ള അമ്മയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മയെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും അമ്മേ ഭഗവതി വാരാഹി ദേവി സർവേശ്വരി. അപ്പോൾ ആദ്യം അമ്മയുടെ ധ്യാന ശ്ലോകം ചൊല്ലുകയാണ്. ഓം കുണ്ഡലീപുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മനി ഹേ സമയേശ്വരി നമോ നമഃ. ഹേ സമയേശ്വരി നമോ നമഃ. ഹേ സമയേശ്വരി നമോ നമഃ. അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമോസ്തുതേ. ഹേ വാരാഹി നമോസ്തുതേ. ഹേ വാരാഹി നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമസ്തുതേ. 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 സമർപ്പിച്ചോ. ഹേ സമയേശ്വര്യേ നമസ്തുതേ. എന്തൊക്കെ ആവശ്യങ്ങളാണോ മനസ്സിലുള്ളത് അതെല്ലാം പറഞ്ഞ് അമ്മയ്ക്ക് നിവേദ്യം കൊടുക്കാൻ പോവാണ്. അപ്പം നിവേദ്യം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ അർച്ചന പൂർത്തീകരിക്കുകയാണ്. ഹേ സമയേശ്വര്യേ നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമോസ്തുതേ. ഹേ സമയേശ്വര്യേ നമസ്തുതേ. ഹേ സമയേശ്വര്യേ നമസ്തുതേ. ഹേ സമയേശ്വര്യേ നമസ്തുതേ. സമർപ്പിച്ചോളൂ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഭഗവതിക്ക് മുമ്പിലായിട്ട് നിങ്ങൾ സമർപ്പിക്കും. വാരാഹി ദേവി എന്ന് പറഞ്ഞ ശക്തി സ്വരൂപിണിയായ അമ്മയോട് ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. അതെല്ലാം അമ്മ നടത്തി തരുമെന്നുള്ള വിശ്വാസത്തിൽ മനസ്സറിഞ്ഞ് സമയേശ്വരിയെ ദേവിയേ നമ. ദേവിയേ ശ്രീ വാരാഹി
ഇനി അമ്മയ്ക്ക് ആ ചന്ദനത്തിരി എടുക്കും. ചന്ദനത്തിരി എടുക്കും. ദീപം ധൂപം സമർപ്പയാമി. എടുക്കണേ. ദീപം സമർപ്പയാമി. അമ്മേ, ഈ നിവേദ്യങ്ങളെല്ലാം സ്വീകരിച്ച് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണേ അമ്മേ. ഭഗവതി, ഈ നിവേദ്യങ്ങളെല്ലാം സ്വീകരിച്ച് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ അമ്മേ. ഭഗവതി, എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ അമ്മേ. ഇനി ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് സമയം എല്ലാവരും മനസ്സറിഞ്ഞ് അമ്മ നിവേദ്യം സ്വീകരിച്ച് സന്തോഷമായി പൂജ കഴിഞ്ഞ് ഒരിത്തിരി നേരം നമ്മൾ മനസ്സ് തുറന്നമ്മയെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തുന്നത്. ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യങ്ങളെല്ലാം പറയാനുള്ള സമയമാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞു. അമ്മ നമുക്കത് നടത്തി തന്നു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കണം.